നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാടാനംകുറിശി ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ ക്ലാസ് മുറി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിൽ. നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ച്. കെട്ടിടം ഉയരുന്നത് 2 നിലകളിൽ. ICDSന് കീഴിൽ അംഗനവാടി കം കൃഷി കേന്ദ്രങ്ങൾ കൂടുതൽ നടപ്പിലാകുന്നു. ഷൊർണൂർ കല്ലിപ്പാടം 70-ാം നമ്പർ അംഗൻവാടിയിലെ കൃഷിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. ലക്കിടി കൂട്ടുപാതയിൽ സിഗ്നൽ സംവിധാനം നിലവിൽ വന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ UR പ്രദീപ് MLAയുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തനം പൂർത്തീകരിച്ച 9 ഹൈമാസ് ലൈറ്റുകൾ മിഴി തുറന്നു. സ്വകാര്യ ബസ്സിൽ മറന്നുവെച്ച 1.5 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും അടങ്ങിയ ബാഗ് ഉടമയ്ക്ക് തിരികെ നൽകിയ ബസ് ജീവനക്കാരുടെ നടപടി മാതൃകാപരം. വാർത്തകൾ വിശദമായി. വാടാനംകുറിശി ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ ക്ലാസ് മുറി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിൽ. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 2 നിലകളിലായാണ് കെട്ടിടം. ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് വാടാനംകുറിശി ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ ക്ലാസ് മുറി കെട്ടിടം നിർമ്മിക്കുന്നത്. കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് പൂർത്തിയായി. അവസാനവട്ട മിനുക്കുപണികളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് പട്ടാമ്പി MLA മുഹമ്മദ് മൂസിന്റെ ഇടപെടലിനെ തുടർന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ പ്ലാൻ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചിലവഴിച്ചാണ് പുതിയ കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. 2 നിലകളുള്ള കെട്ടിടത്തിൽ 6 ക്ലാസ് മുറികളാണ് സജ്ജീകരിച്ചിരിക്കുന്നത്. കൂടാതെ ടോയ്ലറ്റ്, വരാന്ത, തമ്പൻ റെയിൽ എന്നിവയും ഒരുക്കിയിട്ടുണ്ട്. കെട്ടിടത്തിലേക്ക് ഇനി വൈദ്യുതി ലഭിക്കാനുണ്ട്. ഫർണിച്ചറുകളും മറ്റും സജ്ജീകരിക്കാനുമുണ്ട്. സ്കൂൾ മുറ്റം കട്ടവിരിക്കുന്ന പ്രവർത്തനങ്ങളും അവസാന ഘട്ടത്തിലാണിപ്പോൾ. പഴയ ഓടിട്ട കെട്ടിടത്തിലെ 1-2 ക്ലാസുകളിലെ കുട്ടികളുടെ പഠിത്തം പുതിയ കെട്ടിടം ഉദ്ഘാടനം ചെയ്ത മുറയ്ക്ക് ഇവിടേക്ക് മാറ്റി പ്രവർത്തനം ആരംഭിക്കും. എല്ലാ പ്രവർത്തനങ്ങളും പൂർത്തിയായാൽ അധികം വൈകാതെ തന്നെ കെട്ടിടം ഉദ്ഘാടനം നടക്കുമെന്നാണ് വിവരം. നിലവിൽ മുഹമ്മദ് മൂസിൻ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചിലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച കെട്ടിടത്തിന്റെ പ്രവർത്തനം നേരത്തെ ആരംഭിച്ചതാണ്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ICDSന് കീഴിൽ അംഗനവാടി കം കൃഷി കേന്ദ്രങ്ങൾ കൂടുതൽ നടപ്പാക്കുന്നു. ഒറ്റപ്പാലം അഡീഷണൽ ICDS പ്രോജക്റ്റ് ഷൊർണൂരിന്റെ കീഴിലുള്ള കല്ലിപ്പാടം 70-ാം നമ്പർ അംഗനവാടിയിൽ കം കൃഷി പ്രവർത്തനം അധികം വൈകാതെ ആരംഭിക്കും. കൃഷിന്റെ നിർമ്മാണ പ്രവർത്തനം അവസാന ഘട്ടത്തിലാണ്. ICDSന് കീഴിൽ കൊണ്ടുവരുന്ന പുതിയ പദ്ധതിയാണ് അങ്കണവാടി കം കൃഷി സംവിധാനം. ഇത്തരത്തിൽ ഒറ്റപ്പാലം അഡീഷണൽ ICDS പ്രൊജക്ട് ഷൊർണൂരിന്റെ കീഴിൽ 2ാമത്തെ അങ്കണവാടി കം കൃഷി സംവിധാനം നടപ്പിലാക്കുകയാണ്. നേരത്തെ മുണ്ടായ 74-ാം നമ്പർ ലക്ഷം വീട് അങ്കണവാടിയിൽ കം കൃഷി സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. 70-ാം നമ്പർ കല്ലിപ്പാടം അങ്കണവാടിയിലാണ് 2ാമത്തെ കം കൃഷി സംവിധാനം ആരംഭിക്കാൻ പോകുന്നത്. നിലവിലെ കെട്ടിടത്തിന്റെ താഴത്തെ ഭാഗത്തായാണ് കൃഷിന്റെ പ്രവർത്തനം നടക്കുക. ഇതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയാണ്. 6 മാസം പ്രായം മുതൽ 3 വയസ്സുവരെയുള്ള കുട്ടികളെ ഇരുത്തുന്നതാണ് കൃഷിന്റെ സംവിധാന രീതി. ഇതിന്റെ പ്രവർത്തനം രാവിലെ 7 മണി മുതൽ രാത്രി 7 മണി വരെയാണ്. അതേസമയം അങ്കണവാടികളുടെ പ്രവർത്തനം രാവിലെ 9:30 മണി മുതൽ വൈകുന്നേരം 3:30 മണി വരെയാണ്. അങ്കണവാടിയിലാക്കിയ കുട്ടികളെ 3:30 മണിക്ക് സമയത്ത് എത്തി എടുക്കാൻ പറ്റാതെ ജോലിക്ക് പോയ മാതാപിതാക്കൾക്ക് പിന്നീട് വന്ന് കൃഷിയിൽ നിന്നും അവരുടെ കുട്ടികളെ കൂട്ടിക്കൊണ്ടുപോകാൻ സാധിക്കും. ജോലിക്ക് പോകുന്ന മാതാപിതാക്കൾക്ക് കൃഷിയിലും കുട്ടികളെ ആക്കാം. കൃഷി വിഭാഗത്തിലും കുട്ടികളെ പരിചരിക്കാനും പഠിപ്പിക്കാനും ജീവനക്കാരുണ്ടായിരിക്കും. വനിതാ ശിശു വികസന വകുപ്പിന്റെ കീഴിൽ ഒറ്റപ്പാലം അഡീഷണൽ പ്രൊജക്ട് ഷൊർണൂരിലെ കല്ലിപ്പാടം അംഗൻവാടിയിൽ അംഗൻവാടി കം കൃഷി പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഉടൻ ഉദ്ഘാടനം ഉണ്ടായിരിക്കും. 6 മാസം മുതൽ 3 വയസ്സ് വരെയുള്ള കുട്ടികളെയാണ് കൃഷിയിലിരുത്തുന്നത്. അംഗനവാടിയിൽ 3 വയസ്സ് തൊട്ട് ഇരിക്കുന്ന കുട്ടികൾക്ക് ജോലിക്ക് പോകുന്ന രക്ഷിതാക്കൾക്ക് രാവിലെ കൃഷിയിൽ ആക്കിയിട്ട് പോകാം. വൈകിട്ട് അവർ 5 മണിക്കോ വന്നിട്ട് അവർക്ക് കൂട്ടാം. അതൊക്കെയാണ് ഇതിൻ്റെ ഉപയോഗം. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലക്കിടി കൂട്ടുപാതയിൽ സിഗ്നൽ സംവിധാനം നിലവിൽ വന്നു. K പ്രേംകുമാർ MLA ഉദ്ഘാടനം ചെയ്തു. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതിനോടെല്ലാം നമ്മുടെ നാട് മാറിയ കാലത്ത് നല്ല നിലയിൽ സഹകരിക്കുമെന്ന പ്രതീക്ഷ ഈ സന്ദർഭത്തിൽ പങ്കുവയ്ക്കുകയാണ്. ഇവിടെ പങ്കെടുക്കുന്ന മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെയുള്ളവരുടെ നല്ല ശ്രദ്ധയും ഇടപെടലും ഈ കാര്യങ്ങളിൽ ഉണ്ടാകണമെന്ന് കൂടി അഭ്യർത്ഥിക്കുകയാണ്. സ്വാഭാവികമായും സ്റ്റാഫ് സ്ട്രെങ്ത്തിലൊക്കെയുള്ള കുറവ് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ പോലും തുടക്കത്തിൽ ഈ ലൈറ്റ് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താൻ അതിനനുസരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് PK ചിത്ര
അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എം രാമകൃഷ്ണൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം കെ സുനിത, പഞ്ചായത്ത് അംഗം സുശീല, ഒറ്റപ്പാലം SI രാജേഷ് എന്നിവർ സംസാരിച്ചു. സ്വകാര്യ ബസ്സിൽ മറന്നുവെച്ച 1.5 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും അടങ്ങിയ ബാഗ് ഉടമയ്ക്ക് തിരികെ നൽകി ബസ് ജീവനക്കാർ മാതൃകയാവുകയാണ്. ഞായറാഴ്ച ഒറ്റപ്പാലത്ത് നിന്നും പാലക്കാട്ടേക്ക് കയറിയ ദർശൻ ബസ്സിലാണ് സംഭവമുണ്ടായത്. വിവാഹ ചടങ്ങിൽ പങ്കെടുക്കാനായി ചെന്നൈക്ക് യാത്ര ചെയ്യുകയായിരുന്ന നിലമ്പൂർ സ്വദേശികളായ 12 അംഗ കുടുംബം ഒറ്റപ്പാലത്ത് നിന്നും ഒലവക്കോട്ടേക്ക് റെയിൽവേ സ്റ്റേഷനിലേക്കായിരുന്നു ഇവർ യാത്ര ചെയ്തിരുന്നത്. മേപ്പറമ്പിൽ ബസ്സിൽ നിന്നിറങ്ങിയ ഇവരുടെ കൈവശമുണ്ടായിരുന്ന ബാഗ് ബസ്സിൽ മറന്നുവെച്ചു. വൈകിട്ട് ബസ് നിർത്തി പരിശോധിച്ചപ്പോഴാണ് ബസ്സിനുള്ളിൽ നിന്നും ബാഗ് കണ്ടത്. ഡ്രൈവർ പട്ടാമ്പി പള്ളപ്പുറം സ്വദേശിയായ മണികണ്ഠനും കണ്ടക്ടർ പഴയന്നൂർ സ്വദേശി വിനുവും ചേർന്ന് ബാഗ് തുറന്നു പരിശോധിച്ചപ്പോൾ പണവും ആഭരണങ്ങളും ശ്രദ്ധയിൽപ്പെട്ട ഉടനെ ബസ് മാനേജറായ ജുബൈറിനെ വിവരമറിയിച്ചു. അവർ 3 പേരും ചേർന്ന് ബാഗ് പാലക്കാട് സൗത്ത് പോലീസിനെ ഏൽപ്പിക്കുകയായിരുന്നു. നിലമ്പൂരിലെ ആൾക്കാരാണ്, ഒരു ട്രെയിനിൽ പോകാനുള്ളത്. അപ്പോൾ 12 പേരിലുള്ള ലഗേജ് വരെ കൂടുതലുണ്ടാവും. ബാഗ് ഒരു ബാക്ക് സീറ്റ് അടിയിൽ വെച്ച് നടക്കും. അത് ഞാൻ ട്രെയിനിൻ്റെ സമയം വന്നപ്പോൾ മേപ്പറമ്പിൽ നോക്കിയിട്ട് അവിടെ മേപ്പറമ്പിൽ വെക്കുള്ളൂ. അത് കഴിഞ്ഞിട്ട് പാലക്കാട് ചെന്ന് നോക്കിയപ്പോൾ ബാഗിൽ ചെയ്യും. അതിന് ഫ്രണ്ടിൽ കൊണ്ട് വെച്ചു നോക്കിയപ്പോൾ തുണികളാണ് കാര്യമില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ ആരെങ്കിലും ചോദിച്ചാൽ കൊടുക്കാൻ വേണ്ടി വണ്ടി വെച്ചു. വൈകുന്നേരം ഡീസൽ അടിച്ചപ്പോൾ നമ്മുടെ ഡ്രൈവർ വെറുതെ തുറന്നിട്ട് തുണി മാറ്റി നോക്കിയപ്പോൾ അതിനകത്ത് 2,500 രൂപ 2 കെട്ട് 500 രൂപ. പിന്നെ ഒരു പാത്രം നടത്തി തുറന്നു. അതുതന്നെ ഞങ്ങൾ മാനേജറെ വിട്ടു. അങ്ങനെ സംഭവം കിട്ടിയിട്ട് വന്നു. ഞാൻ സൗത്ത് സ്റ്റേഷനിലോട്ട് ഏൽപ്പിച്ചു. ഇതിനിടെ ബാഗ് നഷ്ടപ്പെട്ട കുടുംബം ഒറ്റപ്പാലം പോലീസിനെ ബന്ധപ്പെട്ടിരുന്നു. ബസ് ജീവനക്കാർ ബാഗ് സൗത്ത് പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ടെന്ന വിവരം ഒറ്റപ്പാലം പോലീസ് കുടുംബത്തെ അറിയിച്ചു. വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത് ചെന്നൈയിൽ നിന്നും തിരിച്ചു വന്ന ശേഷം ഉടമസ്ഥർ പാലക്കാട് സൗത്ത് പോലീസ് സ്റ്റേഷനിലെത്തി ബാഗ് ഏറ്റുവാങ്ങി. നഷ്ടപ്പെട്ട പണവും ആഭരണങ്ങളും അടങ്ങിയ ബാഗ് തിരികെ ലഭിച്ചതിന്റെ സന്തോഷത്തിൽ ജീവനക്കാർക്ക് നന്ദി പറഞ്ഞ് നിലമ്പൂർ സ്വദേശികളുടെ കുടുംബം മടങ്ങി. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പാലക്കാട് ജില്ലാ ലൈബ്രറി കൗൺസിലിൽ ജില്ലാ നേതൃത്വ ശില്പശാല സംഘടിപ്പിച്ചു. കണിയമ്പുറം പിഷാരഡീസ് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടി സംസ്ഥാന ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ ധർമ്മരാജ് അടാട്ട് ഉദ്ഘാടനം ചെയ്തു. അങ്ങനെ ഒരു മാതൃകാ സംസ്ഥാനം, ഒരു മാതൃകാ രാജ്യം അല്ല, ഒരു മാതൃകാ ലോകം അത് സാധ്യമാക്കുന്നതിന് മനുഷ്യന്റെ ഇച്ഛയെ, മനുഷ്യന്റെ സ്വപ്നത്തെ വളരെ സാർത്ഥകമായ കർമ്മപഥത്തിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അതിനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ഇടം എന്ന നിലയിലാണ് കേരളത്തിലെ ഗ്രന്ഥശാലകൾ ഇതുവരെ പ്രവർത്തിച്ചു പോകുന്നത്. ആ പാരമ്പര്യത്തെ ഇടയ്ക്ക് വെച്ച് നമുക്ക് നഷ്ടപ്പെടുകയുണ്ടായി. പ്രത്യേകിച്ച് പുതിയ കാലഘട്ടത്തിൽ ഇന്ത്യയുടെ ഇന്നത്തെ അവസ്ഥ നാം വിശദീകരിക്കേണ്ടതില്ല. ജാതീയമായ ഉച്ചനീചത്വങ്ങൾ പല രീതികളിൽ ഒരുപക്ഷെ ഉണ്ടായിരുന്നതുപോലെ അടി അളന്നുകൊണ്ട് ശുദ്ധിയും അശുദ്ധിയും നിശ്ചയിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ഒരു ഏർപ്പാട് ഇന്ന് നമുക്ക് കാണാൻ കഴിയുമായിരിക്കില്ല. ഇല്ല എന്ന് പറയാനും കഴിയില്ല. കാരണം ജില്ലാ ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ CP ചിത്രഭാനു അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KN സുകുമാരൻ, ജില്ലാ സെക്രട്ടറി കൗൺസിൽ വൈസ് പ്രസിഡന്റ് KS ലക്ഷ്മണൻ, ജില്ലാ ജോയിന്റ് സെക്രട്ടറി C വിജയൻ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം K സന്ധ്യ, സംസ്ഥാന കൗൺസിൽ അംഗം K ചന്ദ്രൻ, ഒറ്റപ്പാലം താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി KP സുധീർ എന്നിവർ സംസാരിച്ചു. സംഘടനാ ലൈബ്രറി സെസ് എന്ന വിഷയം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി VK മധു, വേദികൾക്കുള്ള മാർഗരേഖ എന്ന വിഷയം കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം N പ്രമോദ് ദാസ്, പദ്ധതികളും നിർവഹണവും എന്ന വിഷയം ലൈബ്രറി കൗൺസിൽ സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം E ചന്ദ്രബാബു, ഭരണനിർവഹണം ഗ്രഡേഷൻ എന്ന വിഷയം C മനോജ്, സോഷ്യൽ മീഡിയ ആൻഡ് ഡിജിറ്റലൈസേഷൻ എന്ന വിഷയം ബിനോയ് മാത്യു എന്നിവർ അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. ഓണത്തിന് ഒരു മുറം വിഷരഹിത പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി മങ്കര കൃഷിഭവനിൽ പച്ചക്കറി തൈ വിതരണം തുടങ്ങി. 1,20,000 തൈകളാണ് 15 വാർഡുകളിലേക്കായി വിതരണം ചെയ്യുന്നത്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് വാങ്ങാതെ നമ്മുടെ ഉണ്ടാക്കിയ പച്ചക്കറിയും കൊണ്ട് തന്നെ നമ്മൾ കഴിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ എല്ലാവരും അതിനനുസരിച്ച് നല്ലപോലെ ഇത് കൊണ്ടുപോയി പരിപാലിച്ച് നമ്മൾ നല്ല നാടൻ പച്ചക്കറി തന്നെ കഴിക്കാനുള്ള ശ്രമം നമ്മൾ ഉണ്ടാക്കണം. മങ്കര കുനിയമ്പാടത്ത് നടന്ന പച്ചക്കറി തൈ വിതരണം പഞ്ചായത്ത് അംഗം ആസിയ ഹമീദ് നിർവഹിച്ചു. ലീല ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സൂപ്പർവൈസർ സരിത പദ്ധതി വിശദീകരിച്ചു. P ഷൗക്കത്ത് അലി സംസാരിച്ചു. തക്കാളി, പയർ, പച്ചമുളക്, വഴുതന, കൊത്തമര എന്നീ പച്ചക്കറി തൈകളാണ് വിതരണം ചെയ്തത്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള സ്റ്റേറ്റ് ഹെയർ ഗുഡ്സ് ഓണേഴ്സ് അസോസിയേഷൻ ചേലക്കര മേഖലാ കൺവെൻഷൻ
മുള്ളൂർക്കര വ്യാപാര ഭവനിൽ നടന്നു. സംഘടനാ സംസ്ഥാന സെക്രട്ടറി കോയാമു ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ ജില്ലാ പ്രസിഡന്റ് മണികണ്ഠദാസ് മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ സെക്രട്ടറി ജ്യോതിഷ് ബാബു, ജില്ലാ ട്രഷറർ ഷംസുദ്ദീൻ CKM എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ചേലക്കര മേഖലാ സെക്രട്ടറി വഹാബ് എഫക്ട് സ്വാഗതവും മേഖലാ ട്രഷറർ രാധാകൃഷ്ണൻ വീരമണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ പറളി യൂണിറ്റ് കൺവെൻഷനും നവാഗതർക്കുള്ള സ്വീകരണവും സംഘടിപ്പിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം P. കൃഷ്ണൻകുട്ടി ഉദ്ഘാടനം ചെയ്തു. ശമ്പള പക്ഷം പരിഷ്കരിക്കണമെന്ന് ഉറപ്പ് പറയുന്നുണ്ടോ? അറിയണ്ട എന്തായാലും പറയാമോ? പറയുന്നുണ്ടോ? ഇല്ലയോ? ഇല്ല, തരില്ല എന്ന് പറയണ്ട. അത് രണ്ടാമത്തെ കാര്യം. ബഡ്ജറ്റ് പ്രസംഗത്തിൽ അത് രേഖയാണ്. ശമ്പളവും പെൻഷനും പരിഷ്കരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടോ? പറഞ്ഞിട്ടില്ല, പറഞ്ഞിട്ടുമില്ല. അപ്പൊ തരുന്നു പറഞ്ഞിട്ടില്ല, തരില്ലാന്ന് പറയുന്നു. പക്ഷെ ഈ ഭരണ സംവിധാനത്തിൽ ചക്രം തിരിക്കുമ്പോ അതിന് പ്രഖ്യാപിക്കപ്പെട്ട ഒരു വൈറ്റ് പേപ്പറുണ്ട്. ആ വൈറ്റ് പേപ്പർ പറഞ്ഞിട്ടുള്ളത് 10 വർഷത്തിലൊരിക്കല് ശമ്പള പെൻഷൻ പരിഷ്കരണം നടത്തേണ്ടതുള്ളൂ എന്ന പ്രഖ്യാപനമാണ് ആ വൈറ്റ് പേപ്പറിൽ വന്നിട്ടുള്ളത്. പറളി പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്ന പരിപാടിയിൽ പറളി യൂണിറ്റ് പ്രസിഡന്റ് PV ചാമുണ്ണി അധ്യക്ഷത വഹിച്ചു. റൂറൽ ബ്ലോക്ക് അംഗം R. ബാലകൃഷ്ണൻ നവാഗതരെ പരിചയപ്പെടുത്തി. റൂറൽ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് KC ബാലൻ, സംസ്ഥാന കൗൺസിലർ PR രാജേശ്വരി എന്നിവർ സംഘടനയിലേക്ക് പുതുതായി ചേർന്ന അംഗങ്ങളെ സ്വീകരിച്ചു. റൂറൽ ബ്ലോക്ക് പ്രസിഡന്റ് K. പാർത്ഥസാരഥി, പറളി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് V. മണിയൻ, യൂണിറ്റ് രക്ഷാധികാരികളായ MC ബാലൻ, N. മണിക്കൻ എന്നിവർ സംസാരിച്ചു. യൂണിറ്റ് സെക്രട്ടറി CA മുരളീധരൻ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ K. രാധാറാണി നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ വള്ളത്തോൾ നഗർ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കൺവെൻഷൻ സംഘടിപ്പിച്ചു. സംഘടന തൃശൂർ ജില്ലാ സെക്രട്ടറി K. ചന്ദ്രമോഹൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ഗവൺമെന്റ് പെൻഷൻകാരുടെ കുടിശ്ശിക തരാതെ പോകുകയും പുതുതായി വന്ന ഗവൺമെന്റ് ബജറ്റിൽ പെൻഷൻകാരുടെ ശമ്പള പരിഷ്കരണം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ ഇരുന്നപ്പോൾ നിരാശ മാത്രമാണ് വയോധികരായ ഞങ്ങൾക്ക് നേരിടേണ്ടി വന്നതെന്നും ഇതിന്റെ ഭാഗമായി അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുകയാണ് സംഘടന എന്ന് SSPU തൃശൂർ ജില്ലാ സെക്രട്ടറി K. ചന്ദ്രമോഹൻ പറഞ്ഞു. നമ്മുടെ 19 പെൻഷൻ പരിഷ്കരണ ആനുകൂല്യവുമായി ബന്ധപ്പെട്ട് ലഭിക്കാനുള്ള ഡിയർനെസ് റിലീഫ് വരെ 2 ഇത് കിട്ടാനുണ്ടായിരുന്നു നമുക്ക്. അപ്പോൾ അതെല്ലാം കൂടി ചേർന്ന് അതുപോലെ തന്നെ ഡിയർനെസ് റിലീഫുകൾ അതിൻ്റെ പെർസെൻറ്റേജ് വെച്ചിട്ട് നമുക്ക് ഏതാണ്ട് 13% കുടിശ്ശിക ഉണ്ടായിരുന്നു. അപ്പോൾ പോയ ഗവൺമെൻറ് ഇതിൽ 2 കാര്യങ്ങളിൽ തീരുമാനമെടുത്ത് നമ്മളോട് പറഞ്ഞിരുന്നു. ഈ 13% ഉള്ള അത് തരും, മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ നമ്മുടെ വേതനത്തോടു കൂടി തരും. അങ്ങനെ അത് നമുക്ക് തീർച്ചയായിട്ടും നമുക്കത് കിട്ടി. പക്ഷേ അതിൻ്റെയും കുടിശ്ശിക മറ്റ് കുടിശ്ശികളുടെ കൂടെ അക്കോമലേറ്റ് ചെയ്യപ്പെടുകയാണ്. അത് 8 ഗഡുക്കളായിട്ട് കൊടുക്കുമെന്ന് ഉത്തരവിൽ പറഞ്ഞതല്ലാതെ എങ്ങനെ, എപ്പോൾ, ഏത് രീതിയിൽ കൊടുക്കുമെന്നുള്ളത് ഗവൺമെൻറ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ 2-3 സമ്മേളനങ്ങളായിട്ട് നിരന്തരമായി ആവശ്യപ്പെടുന്നതാണ് 2024 ജൂലൈ 1 മുതൽ നമ്മുടെ പെൻഷൻ പരിഷ്കരണം നടപ്പാക്കേണ്ടതാണ്. ആ പെൻഷൻ പരിഷ്കരണം നടപ്പിലാക്കാനായിട്ട് കമ്മീഷനെ വയ്ക്കണം, അതിൻ്റെ നടപടികൾ ആരംഭിക്കണമെന്ന് നമ്മൾ ആവശ്യപ്പെട്ടെങ്കിലും അതൊന്നും ചെയ്യാനായിട്ട് ആ ഗവൺമെൻറ് അവസാനം അത് വിട്ടുപോകുന്നതിന് മുമ്പ് വരെ തയ്യാറായില്ല. ഏറ്റവും ഒടുവിൽ ഒരു കമ്മീഷനെ VP ജോയിയെ അതിൻ്റെ അധ്യക്ഷനാക്കിക്കൊണ്ട് പെൻഷൻ പരിഷ്കരണം അടിയന്തരമായി നടപ്പിലാക്കുക, മുൻകാലങ്ങളിൽ അനുവദിച്ച TR കുടിശ്ശിക ഉടൻ അനുവദിക്കുക, ഈ വർഷം ജനുവരി മുതൽ നൽകാനുള്ള DR അനുവദിക്കുക, 1 മാസത്തെ പെൻഷൻ ബോണസായി അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷൻ യൂണിയൻ വള്ളത്തോൾ നഗർ യൂണിറ്റ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പറഞ്ഞു. ചെറുതുരുത്തി കോഴിമാമ്പറമ്പ് ക്ഷേത്ര ഊട്ടുപുരയിൽ നടന്ന കൺവെൻഷൻ യൂണിറ്റ് പ്രസിഡന്റ് PK വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കമ്മിറ്റി അംഗം KT രാമചന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി. പുതുതായി എത്തിയ നവാഗതരെ ബ്ലോക്ക് സെക്രട്ടറി K. ഗോവിന്ദൻകുട്ടി പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. ബ്ലോക്ക് ട്രഷറർ P. പരമേശ്വരൻ, ജില്ലാ കമ്മിറ്റി അംഗം ആന്റണി ജോസഫ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PK ഗോവിന്ദൻ, ബ്ലോക്ക് കമ്മിറ്റി അംഗം S. മുഹമ്മദ് ജാഫർ, NK ഗിരിജ, P. ബേബി തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് KT സരളദേവി, TU ജ്യോതിലക്ഷ്മി എന്നിവരുടെ നേതൃത്വത്തിൽ യോഗ ബോധവൽക്കരണ ക്ലാസും നടത്തി. യൂണിറ്റ് സെക്രട്ടറി K. സുരേന്ദ്രൻ സ്വാഗതവും യൂണിറ്റ് ട്രഷറർ MK അബ്ദുൽ ലത്തീഫ് നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
കോങ്ങാടിന്റെ കഥ പറയുന്ന ലഘുചിത്രമൊരുക്കിയ കലാകാരന്മാർക്ക് ആദരവുമായി CITU പ്രവർത്തകർ. കോങ്ങാട്ടെ ഓട്ടോ തൊഴിലാളികളുടെ ജീവിതം ഇവിടെയുള്ള കലാകാരന്മാരെ തന്നെ കഥാപാത്രങ്ങളാക്കി തൊഴിലാളി എന്ന ലഘുചിത്രമൊരുക്കിയ ശിവകുമാർ മുച്ചിരി, പ്രധാന കഥാപാത്രം MC ശിവദാസ് ചുണ്ടേക്കാട് എന്നിവരെയാണ് ആദരിച്ചത്. PA ഗോകുൽദാസ് പരിപാടി ഉദ്ഘാടനം ചെയ്തു. അത് നമുക്ക് അനുഭവവേദ്യമാക്കുക, അവസാനമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് മനസ്സിൽ തട്ടുന്ന നിലയിലാണ് അതിൻ്റെ ആവിഷ്കാരം ഉണ്ടായിട്ടുള്ളത്. സാധാരണ ഒരു സംഭവത്തിൽ നിന്ന് ഇങ്ങനെ അറിയാതെ അനുഭവം ഇങ്ങനെ ഡെവലപ്പ് ചെയ്തു വന്നത്. അതിലെ സംഭവങ്ങളൊക്കെ ആവട്ടെ സാധാരണ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നവരാണ്. നമ്മൾ കണ്ട് ചിരിച്ച് സംസാരിക്കുന്നതാവില്ല നമ്മുടെ ഉള്ളിൽ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങളൊക്കെ അറിയാതെ വലിയ കുറ്റപ്പെടുത്തലുകളും വലിയ ആക്രോശങ്ങളൊന്നും ഇല്ലാതെ ഇതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട്. ഓരോരുത്തരുടെ വ്യക്തിപരമായ പെരുമാറ്റം, അതിൻ്റെ രീതി, അതിൻ്റെ ഓരോരുത്തരും അതിന് വ്യത്യസ്ത കോണുകളിൽ നിന്നാണ് നോക്കുക. ഇങ്ങനെ ഒരു ജീവിതത്തിന്റെ ചില അനുഭവങ്ങളുടെ ആവിഷ്കാരം മനോഹരമായ ഒരു ഷോർട്ട് ഫിലിമാണ്. CM സുന്ദരൻ, രഞ്ജിത്ത് മുച്ചേരി, പഞ്ചായത്ത് മെമ്പർ MR ഷിജിത്ത്, അഭിനേതാവ് മണിയൻ കോങ്ങാട് എന്നിവർ സംസാരിച്ചു. വിവിധ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച MK സരള, MK സതീഷ്, മണികണ്ഠൻ, NM അബ്ദുൾ റഷീദ്, ചന്ദ്രൻ നായടിക്കുന്ന്, PM മായ, അനിഷ്ക, സനുഷ രമേശ്, സുമിത് കോങ്ങാട്, രുക്മിണി മുച്ചേരി തുടങ്ങിയവരും അനുമോദന പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പെരിങ്ങോട്ടുകൃഷി കുന്നത്തുപറമ്പ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ SSLC+2 പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ദേശീയ സംസ്ഥാന തലങ്ങളിൽ പങ്കെടുത്ത ഫുട്ബോൾ താരങ്ങളെയും അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആതിര ഉദ്ഘാടനം ചെയ്തു. പെരിങ്ങോട്ടുകുറിശി 2-ാം വാർഡ് കുന്നത്തുപറമ്പ് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ പ്രദേശത്തെ SSLC+2 ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും ദേശീയ സംസ്ഥാന തലങ്ങളിൽ പങ്കെടുത്ത ഫുട്ബോൾ താരങ്ങളെയും അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ആതിര ഉദ്ഘാടനം ചെയ്തു. 2-ാം വാർഡ് അംഗം വിജയൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അർജുൻ, പെൻഷനേഴ്സ് അസോസിയേഷൻ ഭാരവാഹി VR വിജയൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹി ചാമിയാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മക്കി എന്നിവർ സംസാരിച്ചു. യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അബു താഹിർ സ്വാഗതവും സലീം നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. ഷുഗർ ബാധിച്ച് വലതുകാൽ മുറിക്കുകയും സംസാരശേഷി നഷ്ടപ്പെടുകയും ചെയ്ത് ചികിത്സയിൽ കഴിയുന്ന മണ്ണൂർ പഞ്ചായത്ത് ചോലക്കുന്ന് കോട്ടപ്പടി വീട്ടിൽ സച്ചിദാനന്ദന് കൊട്ടക്കുന്ന് സഹായി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കൈത്താങ്ങ്. ഇവർ സ്വരൂപിച്ച 1,40,000 രൂപ മണ്ണൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TR ശശി കുടുംബത്തിന് കൈമാറി. ചടങ്ങിൽ പൊതുപ്രവർത്തകൻ തങ്കപ്പൻ, ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി KS സുനിൽ, പ്രസിഡന്റ് റഫീഖ്, ട്രഷറർ വേലുണ്ണി, പ്രതീഷ്, ഹക്കീം, സന്തോഷ്, വിപിൻ എന്നിവർ പങ്കെടുത്തു. നമ്മുടെ ആദ്യകാല സഖാവായിട്ടുള്ള ഗോപാലകൃഷ്ണന്റെ മകനാണ് സച്ചിദാനന്ദൻ. സച്ചിദാനന്ദന് അസുഖം ബാധിച്ചതിന്റെ ഭാഗമായിട്ട് വലതേക്കാലം മുറിക്കപ്പെടേണ്ട ഒരവസ്ഥ വളരെ പരിതാപകരമായിട്ടുള്ള ഇതാണ്. ആ പ്രയാസത്തിന് പല സാമ്പത്തികമായിട്ടും പ്രയാസം അനുഭവിക്കുന്ന ഈ കുടുംബത്തെ സഹായിക്കാൻ കൊട്ടക്കുന്നിലുള്ള ഒരു ചാരിറ്റി ക്ലബ്ബ് സന്നദ്ധ സംഘടന തയ്യാറായി. സുനീർ നേതൃത്വം കൊടുക്കുന്ന സംഘടന വിവിധ ഘട്ടങ്ങളിലായിട്ട് ഏകദേശം 1,30,000 രൂപ ഈ സച്ചിദാനന്ദനെ സഹായിച്ചു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാടാനംകുറിശി ഗവൺമെന്റ് LP സ്കൂളിൽ പുതിയ ക്ലാസ് മുറി കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവൃത്തികൾ അന്തിമഘട്ടത്തിൽ. നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ ഫണ്ടിൽ നിന്നും 1 കോടി രൂപ ചെലവഴിച്ച്. കെട്ടിടം ഉയരുന്നത് 2 നിലകളിൽ. ICDSന് കീഴിൽ അംഗനവാടി ക്രഷ് കേന്ദ്രങ്ങൾ കൂടുതൽ നടപ്പിലാകുന്നു. ഷൊർണൂർ കല്ലിപ്പാടം 70-ാം നമ്പർ അംഗൻവാടിയിലെ ക്രഷിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അവസാന ഘട്ടത്തിലേക്ക്. ലക്കിടി കൂട്ടുപാതയിൽ സിഗ്നൽ സംവിധാനം നിലവിൽ വന്നു. വള്ളത്തോൾ നഗർ ഗ്രാമപഞ്ചായത്തിൽ UR പ്രദീപ് MLA-യുടെ ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ച് പ്രവർത്തനം പൂർത്തീകരിച്ച 9 ഹൈമാസ് ലൈറ്റുകൾ മിഴി തുറന്നു. സ്വകാര്യ ബസ്സിൽ മറന്നുവെച്ച 1.5 ലക്ഷം രൂപയും സ്വർണ്ണാഭരണങ്ങളും അടങ്ങിയ ബാഗ് ഉടമയ്ക്ക് തിരികെ നൽകിയ ബസ് ജീവനക്കാരുടെ നടപടി മാതൃകാപരം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.